കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടു റോഡിൽ നടന്ന വാക്കുതർക്കത്തിൽ മേയർക്ക് പോലീസ് ക്ലീൻ ചിറ്റ് നൽകുന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. അശ്ലീലാംഗ്യം കാട്ടിയെന്ന മേയറുടെ പരാതിയിൽ ഡ്രൈവർ യദുവിനെതിരെ കേസെടുത്തെങ്കിലും മേയർക്കെതിരെ കേസെടുക്കേണ്ടെന്നാണ് പോലീസ് നിലപാട്. ആദ്യം കേസ് ഫയൽ ചെയ്തത് മേയറാണെന്നും ഇതിനെ പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ കേസെന്നുമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കളവാണെന്നതിന് പല തെളിവുകൾ പുറത്തുവന്നു. പോലീസിന് നൽകിയ പരാതിയുടെ ഫോട്ടോ യദു മൊബൈലിൽ എടുത്തിരുന്നു. ഇതെല്ലാം കോടതിയെ അറിയിക്കാനാണ് നീക്കം. കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞു നിർത്തിയതും യാത്രക്കാരെ ഇറക്കിവിട്ടതും കുറ്റമാണെങ്കിലും ഇതിനെതിരെ കെ.എസ്.ആർ.ടി.സി പരാതി നൽകിയിട്ടില്ല. ഇതോടെ ഈ വിഷയത്തിലും പോലീസ് കേസെടുത്തിട്ടില്ല. പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് യദു പ്രതികരിച്ചു. തന്നെ അപമാനിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തു. എം.എൽ.എ തന്റെ പിതാവിനെ വിളിപ്പിക്കുകയും ജോലി തെറിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 15ഓളം യാത്രക്കാരെ വഴിയിലിറക്കി വിട്ടു. ഒരു സാധാരണക്കാരനായിരുന്നു ബസ് തടഞ്ഞതെങ്കിൽ കേസ് എന്താകുമായിരുന്നുവെന്ന് യദു ചോദിച്ചു. അധികാര ദുർവിനിയോഗമാണ് അവർ നടത്തിയതെന്നും യദു വിമർശിച്ചു. മേയറുടെ പാർട്ടിയിൽ ഉൾപ്പെട്ട തന്റെ സുഹൃത്തുക്കൾ വിളിച്ചു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. തനിക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ല. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചറിയിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നും എന്നാൽ ഇവിടെ ഗുണ്ടായിസമാണ് ഉണ്ടായതെന്നും യദു പറഞ്ഞു. മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. മേയറുമായുള്ള പ്രശ്നത്തിൽ കെ.എസ്.ആർ.ടി.സിയിൽ താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ഇതിനെതിരെ തിങ്കളാഴ്ച ഒരു വിഭാഗം ജീവനക്കാരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ബസ്സിനുള്ളിൽ CCTVയിലെ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ പ്രത്യേകം കരുതൽ കെ.എസ്.ആർ.ടി.സി എടുത്തിട്ടുണ്ട്. അതേസമയം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിച്ചു. മേയർക്കും MLAയ്ക്കും എതിരെ കേസെടുക്കാത്തതിന് എതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യദുവിന്റെ തീരുമാനം. യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന കെ.എസ്.ആർ.ടി.സി MD മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടും കോടതിയുടെ ഇടപെടലും നിർണായകമാകും. ശനിയാഴ്ച രാത്രി 10 മണിയോടെ പാളയത്തായിരുന്നു വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത്. മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കാർ റോഡിന് കുറുകെയിട്ട് കെ.എസ്.ആർ.ടി.സി ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കേറ്റത്തിലാവുകയും ചെയ്തു. ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് MLAയും വാഹനത്തിലുണ്ടായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇവർ ബസ് തടഞ്ഞതും. നടു റോഡിൽ സീബ്ര ലൈനിൽ മേയറും സംഘവും സഞ്ചരിച്ച ചുവപ്പ് കാർ ബസ്സിന് കുറുകെ നിർത്തിയിട്ടായിരുന്നു വാക്കേറ്റം. യാത്രക്കാരെ വഴിയിലിറക്കിയതും ഡ്രൈവർക്കെതിരെയുള്ള ലഹരി ഉപയോഗം അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കാതെയും വന്നതോടെ ആര്യ രാജേന്ദ്രനും പ്രതിരോധത്തിലായിരുന്നു.